സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രഞ്ജിത്തെ ഒഴിഞ്ഞേക്കുമെന്ന സൂചന. ഔദ്യോഗിക വാഹനം ഉപേക്ഷിച്ചു. രഞ്ജിത്തിന്റെ വാഹനത്തിന് നിന്ന് ഔദ്യോഗിക ബോർഡ് മാറ്റി. വലിയ പ്രതിഷേധം ശക്തമാകുന്ന സാഹചര്യത്തിലാണ് ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് ശാലിനി ചേരുകയാണ്. ശാലിനി, വലിയ പ്രതിഷേധം സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാ കോണുകളിൽ നിന്നും അതിശക്തമായ പ്രതിഷേധം ഉയരുന്നു. സർക്കാർ തന്നെ പ്രതിക്കൂട്ടിലാകുന്ന ഒരു സാഹചര്യം. ഈ ഒരു ഘട്ടത്തിൽ രാജ്യം തന്നെ അഭികാമ്യം എന്ന തീരുമാനത്തിലേക്ക് എത്താൻ തന്നെയാണ് സാധ്യത, അല്ലേ? സുരേഷ്, അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നിലവിൽ വയനാട്ടിലെ ഗസ്റ്റ് ഹൗസിലായിരുന്നു, അവിടെ ഒരു റിസോർട്ടിലായിരുന്നു രഞ്ജിത്ത്, സംവിധായകൻ രഞ്ജിത്തും ചലച്ചിത്ര അക്കാദമി ചെയർമാൻ കൂടിയായിട്ടുള്ള രഞ്ജിത്ത് ഉണ്ടായിരുന്നത്. ഔദ്യോഗിക വാഹനത്തിലായിരുന്നു അങ്ങോട്ടേക്കുള്ള യാത്രയൊക്കെ നടന്നത്. വാഹനം ഗസ്റ്റ് ഹൗസിൽ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അല്പസമയം മുമ്പാണ് വയനാട്ടിലെ ഗസ്റ്റ് ഹൗസിലുള്ള വാഹനത്തിന്റെ ഔദ്യോഗിക ബോർഡ്, അതായത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ എന്നുള്ള കേരള സർക്കാരിന്റെ ഔദ്യോഗിക വാഹനമാണ്. ആ ഔദ്യോഗിക വാഹനത്തിൽ നിന്നുള്ള നമ്പർ പ്ലേറ്റ് ബോർഡ് മാറ്റി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിനുശേഷം ഈ വാഹനം അവിടെ നിന്നും മറ്റൊരിടത്തേക്ക് മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. രഞ്ജിത്തും അവിടെ നിന്ന് പോയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മറ്റൊരു വാഹനത്തിലാണ് രഞ്ജിത്തിന്റെ യാത്ര എന്നുള്ളതാണ് നമുക്കിപ്പോൾ നിലവിൽ അറിയാൻ സാധിക്കുന്നത്. പാർട്ടിക്കുള്ളിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ രഞ്ജിത്തിനെതിരെ ഉയർന്ന സാഹചര്യം, ഒപ്പം തന്നെ മുൻപും സമാനമായി ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്തിരിക്കെ തന്നെ നിരവധി ആരോപണങ്ങൾ സംവിധായകൻ രഞ്ജിത്തിനെതിരെ ഉയർന്നൊരു സാഹചര്യം കൂടിയുണ്ട്. ഈ പശ്ചാത്തലത്തിലടക്കം സംവിധായകനെ സംരക്ഷിക്കുന്ന നിലപാട് അന്നും ഇടതു സർക്കാർ സ്വീകരിച്ചിരുന്നു. പക്ഷേ നിലവിലെ പശ്ചാത്തലത്തിൽ രഞ്ജിത്തിനെ സംരക്ഷിക്കുന്നത് സർക്കാരിന്റെ തിരിച്ചടിയാകുമെന്നുള്ളൊരു കണക്കുകൂട്ടൽ അത് ഇടതുപക്ഷത്തിനുള്ളിലുണ്ട്, മുന്നണിക്കുള്ളിലുണ്ട്. ആ മുന്നണിയിലെ വിലയിരുത്തലുകളും ചർച്ചകളും തന്നെയാണ് ഒരു പക്ഷേ രാജി എഴുതി വാങ്ങാനുള്ള നടപടിയിലേക്ക് സർക്കാർ കടക്കുന്നത് എന്നുള്ള അനൌദ്യോഗിക സൂചനകൾ കൂടിയാണ് നമുക്കിപ്പോൾ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് നിലവിൽ അറിയാൻ സാധിക്കുന്നത് ഇന്ന് വൈകിട്ടോടു കൂടി ഒരു പക്ഷേ രഞ്ജിത്തിന്റെ ഔദ്യോഗിക രാജിവെക്കൽ ഉണ്ടാകും എന്നുള്ള അനൌദ്യോഗിക സൂചനകൾ വയനാട്ടിൽ നിന്നും കോഴിക്കോട് നിന്നും വന്നുകൊണ്ടിരിക്കുകയാണ്. സർക്കാർ തലത്തിലും അത്തരത്തിലുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള പ്രതിരോധത്തിൽ നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഒപ്പം തന്നെ വിശദാംശങ്ങളടക്കം മറച്ചുവെച്ചു എന്നുള്ള ഒരു ആരോപണം, ഒപ്പം തന്നെ മന്ത്രിസഭയിലെ പല വേട്ടക്കാർക്കൊപ്പം നിൽക്കുന്നു എന്നുള്ള ഒരു ആരോപണം ഒരു ഭാഗത്ത് നിൽക്കുന്നു. സാംസ്കാരിക മന്ത്രി അടക്കമുള്ളവർ ഇരയ്ക്കൊപ്പം നിൽക്കുന്നു എന്നുള്ള പരസ്യ പ്രതികരണങ്ങൾ പുറത്തുനിന്നും വനിതാ നടിമാരടക്കമുള്ളവരുടെ ഭാഗത്തു നിന്നും വന്ന ഒരു സാഹചര്യം അവിടെ പ്രതിരോധം സൃഷ്ടിച്ചു നിൽക്കുമ്പോൾ തന്നെയാണ് ബംഗാളി നടി കൂടിയായ ശ്രീലേഖ മിത്രയെ ലൈംഗികമായി ചൂഷണം ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ള രീതിയിൽ രഞ്ജിത്തിനെതിരെ ഇപ്പോൾ വിമർശനങ്ങളും ഉയരുന്നത്. കൂടുതൽ നടിമാരും രഞ്ജിത്തിനെതിരെ രംഗത്ത് വന്നൊരു സാഹചര്യം കൂടിയുണ്ട്. ഈ ഘട്ടത്തിലാണ് ഇനിയും രഞ്ജിത്തിനെ സംരക്ഷിക്കുന്നത്. ഇടതുപക്ഷത്തിനുള്ളിൽ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറിക്കും സംസ്ഥാന സർക്കാരിനത് കടുത്ത എന്നുള്ള വിലയിരുത്തലിലേക്ക് ഇപ്പോൾ സർക്കാർ എത്തുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ അങ്ങോട്ടേക്ക് സമ്മർദ്ദം ചെലുത്തി രാജി വെപ്പിക്കുക അല്ലെങ്കിൽ രാജി എഴുതി വാങ്ങുക എന്നൊരു നടപടിയിലേക്ക് സർക്കാർ കടക്കാനാണ് സൂചന. അതിന്റെ നടപടിയുടെ ഭാഗമായി തന്നെ ഈ വാഹനത്തെ ഔദ്യോഗിക ബോർഡ് നീക്കം ചെയ്തത് അടക്കമുള്ള കാര്യങ്ങളും വിലയിരുത്തുന്നു എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. സുരേഷ്, തന്നെയാണ് ഒരു മുഖം രക്ഷിക്കൽ നടപടികളിലേക്ക് രഞ്ജിത്തും സംസ്ഥാന സർക്കാർ നീങ്ങിയേക്കുമെന്നുള്ള സൂചനകളാണ് വരുന്നത്. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രഞ്ജിത്തെ ഒഴിഞ്ഞേക്കുമെന്നുള്ള സൂചനകളാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത്. ഔദ്യോഗിക വാഹനം രഞ്ജിത്ത് ഉപേക്ഷിച്ചിട്ടുണ്ട്. രഞ്ജിത്തിന്റെ വാഹനത്തിന് ഔദ്യോഗിക ബോർഡും മാറ്റിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് ശാലിനിയാണ് വിവരങ്ങൾ നൽകിയത്.